തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിട്ടുള്ള കരമന ജയനെ അനുഗ്രഹിക്കാൻ അങ്ങ് യു.പിയിൽ നിന്ന് വന്ന ഒരു സന്യാസിയുടെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കാശിയിലൊക്കെ താമസിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. തുണി ഉടുക്കാതെ കാറും പിടിച്ച് ഒരു സ്ഥാനാർത്ഥിയെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്നതിന്റെ ദൃശ്യം ഒന്ന് നോക്കണേ. സന്യാസിമാരാണെങ്കിൽ യാത്ര ചെയ്യാൻ കാറ് വേണം, AC വേണം, എന്നിട്ട് ഫാൻസി ഡ്രസ്സ് പോലെ വേഷം കെട്ടി വന്നിട്ട് അനുഗ്രഹം കൊടുക്കാൻ അങ്ങ് യു.പിയിൽ നിന്ന് യോഗി അയച്ചതാണെന്ന് റിപ്പോർട്ടർ ചാനലിലെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുന്നത് കേട്ടു. എന്തെല്ലാം കേൾക്കണം. കുറേ സ്വാമിമാരുണ്ട്, നമ്മുടെ കുറേ പേരുണ്ട്, രുദ്രാക്ഷമുണ്ട്, ആശീർവദിക്കൊക്കെ ഉണ്ട്. കാശിന്ന് വരെയാണ് ഇവിടുത്തെ കരമന ജയനെ, അതായത് തിരുവനന്തപുരത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ ആശീർവദിക്കാൻ വന്നതാണ്. വേറെ എന്തൊക്കെയോ നമ്മുടെ ഗോകുല് ഇവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താ ഗോകുല് ഇവർ പറയുന്നത്? അല്ല, യു.പിയിൽ നിന്ന് വന്നതാണ്. എന്തായാലും ഇവിടുത്തെ ബി.ജെ.പി. നേതാക്കളെ കാണണമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ബി.ജെ.പിക്ക് ജയം നേടാൻ വേണ്ടി യു.പി. മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടതാണെന്നാണ് പറയുന്നത്. യോഗിയുടെ ആളാണ് പറഞ്ഞത് അല്ലേ? आप कहाँ से? उत्तर प्रदेश। आशीर्वाद लेने के लिए आशीर्वाद देने के लिए बीजेपी को बहुत वोटों से जीत होगा बीजेपी का। इधर बीजेपी को नई सीट्स जस्ट टाइम सीट हो जाएगा। हाँ, सन 2026 अपनी बीजेपी रहेगी. ഇത്തവണ എന്തായാലും ബി.ജെ.പിക്ക് സീറ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാക്കുന്നു, അല്ലെങ്കിൽ പറയുന്നുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്ന ഈ ഡ്രസ്സൊന്നുമില്ലാത്ത സ്വാമിമാരില്ലേ, അങ്ങനത്തെ ഒരു സ്വാമിയാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുന്നത്. അഘോരി. ഇവർ ബാക്കിലിരിക്കുന്നവർ വസ്ത്രമൊക്കെ ഉണ്ട്, പക്ഷേ ഫ്രണ്ടിലിരിക്കുന്ന സ്വാമിക്ക് വസ്ത്രങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു സ്വാമിയാണ്. എന്തായാലും നമ്മൾ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ കരമന ജയന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ വന്ന് ഇവിടത്തെ ആൾക്കാരെ കണ്ടിട്ട് ഒരു നാണം പോലും തോന്നുന്നില്ലെന്നാണ് കാര്യം. ഇവിടെ എല്ലാ മനുഷ്യരും വസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ ആ നാട്ടിൽ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യർ, അതായത് കാർ ഡ്രൈവർ ഉൾപ്പെടെ ഉള്ളവരെല്ലാം നല്ലപോലെ വേഷം ധരിച്ചിരിക്കുമ്പോൾ തുണി ഉടുക്കാതെ അതിന്റെ തൊട്ടടുത്ത് AC ഇട്ടിരിക്കാനുള്ള ആ തൊലിക്കെട്ടി സമ്മതിച്ചു കൊടുത്തേ മതിയാവും. സംഘികളുടെ ചില ദൈവസങ്കല്പങ്ങൾ കാണുമ്പോൾ ഹിന്ദു എന്ന നിലയ്ക്ക് നാണം തോന്നിപ്പോകുന്നുണ്ട്. കണ്ടില്ലേ, കുളിക്കുകയില്ല നനയ്ക്കയില്ലാത്ത ടീമുകൾ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി യു.പിയിൽ നിന്ന് വണ്ടിയും പിടിച്ച് വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടടുത്ത് അതല്ല, അത്ഭുത സിദ്ധിയിലൂടെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് ഈ അനുഗ്രഹം കിട്ടിയിട്ട് ജയിക്കുമെന്നാണ്? ഒരിക്കലും ജയിക്കില്ല. പക്ഷെ കേരളത്തിൽ MLA-മാരില്ല എന്ന് പറയുമ്പോൾ ഇക്കുറി ഉണ്ടാകുമെന്നാണ് നമ്മുടെ ദിവ്യം പറയുന്നത്. എന്തായാലും ദിവ്യനെ കണ്ടപ്പോൾ ഒരു കോമഡി കഥാപാത്രമായിട്ടാണ് തോന്നിയത്. അതായത് ഏതോ ഒരു സിനിമയിൽ സലിംകുമാർ ഇതുപോലെ ഒരു ഡാൻസറുടെ വേഷം വെള്ളയും പൂശി ഇതുപോലെ മുടിയാക്കി നിൽക്കുന്ന ഒരു ദൃശ്യമുണ്ട്. അത് പുലിവാൽ കല്യാണമാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ടീംസിനെ എല്ലാം കേരളത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഇവിടത്തെ സന്യാസിമാരെ സംബന്ധിക്കുന്നിടത്തോളം ശക്തിയില്ല, അവർക്ക് വേണ്ടത്ര ദിവ്യത കുറഞ്ഞു പോയതായിരിക്കും അങ്ങ് യു.പിയിൽ നിന്ന് ആളെ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്തെല്ലാം കാഴ്ചകൾ ഈ നാട്ടിൽ കാണേണ്ടി വരുന്നു എന്നാണ്. ഓരോരോ ഫാൻസി ഡ്രസ്സുകൾ കെട്ടി ഇങ്ങോട്ട് വന്നിട്ട് അടിക്കുന്ന ഡയലോഗ് കാണുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ആകെ പിരിമുറുക്കമുണ്ടായിരിക്കുന്ന മനുഷ്യർക്ക് ചിരിക്കാനുള്ള കാര്യകാരണങ്ങളെല്ലാം ഇതുപോലുള്ള ചില കഥാപാത്രങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ ബി.ജെ.പി. എങ്ങാനും അധികാരത്തിൽ വന്നാൽ ഇമാതിരി തുണി കൊടുക്കാത്ത ടീംസുകൾ ഒരു മേള തന്നെ ഇവിടെ നടത്തിക്കളയുമെന്നാണ് ജനം മനസ്സിലാക്കേണ്ടത്. എന്തായാലും എന്തെല്ലാം കാണണം ഒരു ദിവസം പോകാനായിട്ട്.